ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എപ്പോ വിളിച്ചാലും ചന്ദ്രുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. മനോജിനെ ഒന്ന് വിളിക്കാം. അച്ഛൻ എന്തിനാ ഇപ്പൊ മനോജിനെ വിളിക്കുന്നേ? പ്രകാശ, നീ എന്താ ഈ കാണിച്ചത്? ഞാൻ അവനോട് സംസാരിക്കുന്നതിൽ നിനക്കെന്താ കുഴപ്പം? മനോജ് എന്റെ മകനാ. അച്ഛന്റെ മകനോട് സംസാരിക്കുന്നതിൽ എനിക്കെന്താണ് കുഴപ്പം? പക്ഷേ കുഴപ്പമുള്ള ഒരാൾ അവിടെയുണ്ട്. അത് അച്ഛൻ ഓർക്കുന്നത് നന്നായിരിക്കും. അറിയാലോ ഹരിതേ. അച്ഛാ, മനോജ് ഹരിതയുടെ അടിമയാണെന്ന് അറിയാലോ. മനോജിന്റെ ഫോൺ ഹരിതയുടെ കയ്യിലായിരിക്കും. അച്ഛൻ അനാവശ്യമായി വിളിച്ച് ഒരു കുടുംബ കലഹം അവിടെ ഉണ്ടാക്കരുത്. ഇവിടെയുള്ളവരുടെ പേര് കണ്ടാൽ തന്നെ ഹരിതയ്ക്ക് ഹാലളകും. വെറുതെ എന്തിനാ മനോജിന്റെ സമാധാനം കളയുന്നത്? അച്ഛനിപ്പോ അമ്മയൊന്ന് കാണണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ മനോജിനോട് സംസാരിച്ചിട്ട് അതിനുള്ള ഏർപ്പാട് ചെയ്യാം. മതി, അത് മതി. എനിക്ക് ചന്ദ്രനെ ഒന്ന് കണ്ടാ മതി. അത് ഞാൻ ഏറ്റു. അച്ഛൻ സമാധാനം അടിച്ചില്ലേ? ശരി. ഓ, മനോജാണല്ലോ. സൈലന്റ് ആക്കാം. എന്ത് വള്ളിക്കെട്ടാണാവോ എന്തോ. അനിയാ പറഞ്ഞോ. ഏട്ടനും ഏട്ടത്തിക്കും അച്ഛനും ഒക്കെ സുഖം തന്നെയല്ലേ? ഇതെന്താ കത്തെഴുതുന്ന പോലൊരു സുഖാന്വേഷണം? പരമാനന്ദം. അവിടെ നിനക്കും ഹരിതയ്ക്കും അമ്മയ്ക്കൊക്കെ സുഖമാണെന്ന് കരുതുന്നു. ആ, കുഴപ്പമില്ല. എന്നാലും അവിടുന്ന് പെട്ടെന്ന് പിരിഞ്ഞു പോകുന്നോണ്ടാവും അമ്മയ്ക്ക് അസുഖം ഒഴിഞ്ഞ് നേരമില്ല. അതുമല്ല, അതുകൂടാതെ ഹരിത അമ്മയെ ശരിക്കും കഷ്ടപ്പെടുത്തുന്നുമുണ്ട്. അതിൽ നിന്ന് ഹരിതയെ പിന്തിരിപ്പിക്കാൻ കഴിയാത്ത ചില പരിമിതികൾ എനിക്കുണ്ടെന്ന് ഏട്ടനറിയാലോ. നമ്മുടെ വാടക വീട്ടിൽ കഴിയുമ്പോൾ തന്നെ എന്നെ അടക്കി ഭരിക്കാനുള്ള തന്റെ ഇടം ഹരിതയ്ക്കുണ്ടായിരുന്നു. അതും ഏട്ടനറിയാവുന്നതല്ലേ. ഇപ്പോഴാണെങ്കിൽ അവളുടെ അച്ഛനെടുത്തു കൊടുത്ത വീട്ടിലല്ലേ താമസം. അതിൻ്റെതായ തലക്കനം ഹരിതയ്ക്കുണ്ട്. എന്റെ നേർക്ക് തോക്ക് ചൂണ്ടാതെ ചൂണ്ടി മുൾമുനെ നിർത്തിയിരിക്കുക അവളിപ്പോ. ഞാൻ വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിലേട്ടാ. അനിയ, മൂക്കിൽ തൊടാൻ കൈ പുറകിലൂടെ വളച്ചെടുത്തു കൊണ്ടുവന്ന് ബുദ്ധിമുട്ടാതെ നേരെ അങ്ങ് തൊട്ടാ പോരെ. മുഖവര കൂടാതെ അങ്ങ് നീ കാര്യം പറടാ. നിന്റെ സുഖവിവരവും അന്വേഷണവും കേട്ടപ്പോഴേ എനിക്കെന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി. അല്ല, അതിപ്പോ അമ്മയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്.